ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെ മൂന്നാമത്തെ ടോപ്പിക്കാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്. അത് ബയോളജിയിൽ വരുന്ന സെഷനാണ്. സയൻസിൽ തന്നെ ഒരു വെയിറ്റേജ് കുറഞ്ഞ ഒരു ഭാഗമാണ്. ശരിക്കും കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റേജ് വളരെ കുറവാണ്. ഇതിൽ നിന്ന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് വളരെ റെയറായിട്ടാണ് മുമ്പ് ചോദിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ഞാൻ LDC LGS പോയിന്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ പറയുന്നത്. LDC LGS പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. LPUPക്ക് അതേപോലെ കേട്ടറ്റിന് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലാതെ തന്നെ നോക്കിക്കണം. കാരണം അതിൽ SCRT എല്ലാം വരും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് മെയിനായിട്ട് ഫ്ലവേഴ്സ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്ലവേഴ്സിൻ്റെ ഓരോ ഭാഗങ്ങളും അതെന്തിനാണ്, ആ ഭാഗങ്ങളുടെ എന്താണ് ഓരോ അതിൻ്റെ ആപ്ലിക്കേഷൻ, ഓരോന്നിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കണം എന്നുള്ളത് എന്ത് ചെയ്യും കറക്റ്റായിട്ട് അവിടെ പറയും. അല്ലാത്ത ഭാഗങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് വിട്ടാൽ മതി. ഓക്കെ, പ്രയറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഒന്ന് ഓർത്ത് വെക്കേണ്ടത് കേസരി പുടവും അതേപോലെ ജനിപുടവും. ഓക്കെ, ആ 2 ടേം ഓർത്ത് വെക്കാം. പൂവിലെ ആൺലിംഗ അവയവമാണ് കേസരി പുടം, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതേപോലെ അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, പരാഗിയും തന്തുകവും ചേർന്നിട്ടാണ് കേസരി പുടം രൂപപ്പെടുന്നത്. ഇനി ജനിപുടം ആണെങ്കിൽ പൂവിലെ പെൺ ലിംഗാവയവമാണ് ജനിപുടം. ആ 2 ടേമും എന്ത് ചെയ്യുക അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട അത് 2 മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊന്നും എന്ത് ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ചോദിക്കില്ല, അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ എന്താണ് റയറാണ്. ഇനി അടുത്തത് പൂക്കളെ പറ്റി പറയുകയാണെങ്കിൽ ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്നതാണ് എന്ത്, പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ഏത് ഭാഗമാണ്, സസ്യങ്ങളിലെ പൂക്കളാണ് കേട്ടോ. അത് ഓർത്ത് നോക്കണേ. സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. അതായത് സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് ഏതാണ്, പൂക്കളാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ഒന്ന് ഓർത്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ നമുക്കിനി അടുത്തത് എന്താണ് ഏകലിംഗ പുഷ്പവും അതേപോലെ എന്താണ് ദ്വിലിംഗ പുഷ്പം എന്നുള്ളതാണ് പറയുന്നത്. അതായത് കേസരി പുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതാണെങ്കിൽ അത് ഏകലിംഗ പുഷ്പമാണ്. അതായത് ഒരു ലിംഗം മാത്രമേ ഒരു പുഷ്പത്തിലുള്ളൂ. ഇനി ഒരേ പൂവിൽ തന്നെ കേസരി പുടവും ജനിപുടവും കാണുന്നതിനാണെങ്കിൽ ആ പുഷ്പത്തെ പറയുന്ന പേരെന്താണ്, ദ്വിലിംഗ പുഷ്പം എന്നാണ് പറയുന്നത്. കേസരി പുടവും ജനിപുടവും എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് വൃത്തിക്ക് പറയാണ്, ആൺപൂവും പെൺപൂവും എന്താണെന്നുള്ളത്. കേസരി പുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. അതിൽ മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. വേണമെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാം. ആൺപൂക്കളും പെൺപൂക്കളും ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 കാണപ്പെടുന്നതാണ് മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് ഇവയിലൊക്കെ. അതെന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ആൺമരവും പെൺമരവും. ഇതിൽ കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. അതായത് ആൺമരവും പെൺമരവും വേറെ വേറെ ആയിട്ടുണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവൂ, അതേപോലെ പെൺമരത്തിൽ എന്തായിരിക്കും, പെൺപൂക്കൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള 3 സസ്യങ്ങളുടെ പേരാണ് ഇത്, കുടപ്പന, കുടംപുളി, ജാതി. ഈ 3 സസ്യങ്ങളും അത് ആണ്. അതായത് ഇപ്പോൾ മുന്നിൽ പറഞ്ഞില്ലേ, മുകളിൽ പറഞ്ഞത് 2 ഒരേ ഇതിൽ വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ പുംബീജം അണ്ടവുമായിട്ട് കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. ഇത് എന്താണ്, ഇതിപ്പോൾ ജീവിവർഗത്തിലാണെങ്കിലും സസ്യങ്ങളിലാണെങ്കിലും സെയിം തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് സെയിം ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് വരും. ജീവിവർഗത്തിൽ പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ബീജസങ്കലനം എന്നുള്ളത് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്താണെന്നുള്ളത്. അതായത് പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ മുമ്പ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു LPUPയോ അങ്ങനെ ഒരു എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്ത് അറിയപ്പെടുന്നത്, പരാഗണകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം, ഇപ്പോൾ തേനീച്ച, അതേപോലെ എന്താണ് ബട്ടർഫ്ലൈ, ബേഡ്സ്, ഇതൊക്കെ എന്താണ് പരാഗണകാരികളാണ്. അപ്പോൾ അത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പരാഗണ രേണുക്കൾ വേറൊരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ദുർഗന്ധമുള്ള പൂക്കൾ എന്നുള്ളൊരു ടോപ്പിക്ക് നോക്കിയാൽ നിങ്ങൾ, ഈ പൂക്കളുടെ ദുർഗന്ധം എന്തിനാണെന്ന് വെച്ചാൽ അത് ഈച്ചകളെ ആകർഷിക്കാനാണ്. അങ്ങനെ ഈച്ചകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദുർഗന്ധം വരുന്നത്. അപ്പോൾ ഈച്ചകളെ ആകർഷിക്കുന്നതിലൂടെ എന്ത് നടക്കും, ഈ പരാഗണം നടക്കും. പരാഗരേണുക്കൾ ഇവരുടെ ഈച്ചയുടെ ദേഹത്ത് വന്നിട്ട് വേറെ പുഷ്പങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും. അപ്പോൾ ആ ഒരു പോയിന്റോട് ഓർത്തുക. ഇനി അടുത്തത് കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. അത് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തെങ്ങിൻ്റെ കേസിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരുന്നോ, തേങ്ങ ഏത് വഴിയാണ് പോകുന്നത്, ജലം
ജലം വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നുള്ള രീതിയിൽ വിത്ത് വിതരണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കാറ്റ്, ജലം എന്നിവയും പരാഗണ രേണുക്കളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. ഓക്കെ. ഇനി കുരുമുളക് ചെടിയിൽ ജലമാണ് പരാഗണകാരി. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഓർത്തോക്കണേ. അതായത് കുരുമുളക് ചെടിയിൽ ജലം അതല്ലെങ്കിൽ മഞ്ഞ് തുള്ളിയാണ് അതിലെ പരാഗണകാരി എന്നുള്ളത് ചെയ്യണം, അവിടെ ഓർത്തോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണെന്നുള്ളത്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എന്തുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ള പല സസ്യങ്ങളും നമ്മുടെ നാട്ടിൽ വളരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് നാട്ടിലേക്ക് എത്തിയത്? കൃത്രിമ പരാഗണം വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് അത് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് വാനില. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ എന്ന ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ജസ്റ്റ് ഓർത്തോക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു പോയിന്റ് അവിടെ ഉണ്ട്. അപ്പോൾ വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ എന്ന ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. ആ വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ പ്രാണികളില്ലാത്തത് കാരണം നമുക്ക് എന്ത് നടത്തേണ്ടി വരും? കൃത്രിമമായിട്ട് പരാഗണം നടത്തേണ്ടി വരും. കാരണം ഈ ഒരു തേനീച്ചകൾ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് പരാഗണം നടത്തേണ്ടത് എങ്ങനെയാണ്? കൃത്രിമമായിട്ടാണ് അവിടെ പരാഗണം നടത്തേണ്ടി വരാറുള്ളത്. ഇനി പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക? പരാഗണം നടക്കുക, ഫലവത്താവുക. അതായത് വേറെ പൂക്കളുടെ ഇതിൽ പരാഗണ രേണുക്കൾ പതിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും അത് പരാഗണം നടക്കില്ല. അങ്ങനെ മറ്റ് ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുമ്പോൾ പൂമ്പൊടികൾ എന്താ ചെയ്യുക? നശിച്ചു പോകും. വേറെ ഫ്ലവറിലാണ് വീഴുന്നതെങ്കിൽ അത് നശിച്ചു പോവാണ് ചെയ്യുക. ഇനി അടുത്ത ഇതിൽ വരുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് അടുത്ത വരുന്നതാണ് മുമ്പ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്നാണ് അതിനെ വിളിക്കുക. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ. ഓക്കെ. ഇനി അതിന് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് പുഞ്ചഫലം. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? അഗ്രിഗേറ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ പുഞ്ചഫലം എന്ന് വിളിക്കും. അതിനുള്ള എക്സാമ്പിൾ പഠിച്ചു നോക്കണം. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി എന്നിവയൊക്കെ എന്തിനാ എക്സാമ്പിളാണ്? സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി ഇവയൊക്കെ പുഞ്ചഫലത്തിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ഒന്നുകൂടി ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ മുമ്പ് ഒന്ന് മൾട്ടിഫ്രൂട്ട്, ഇതും കൂടെ ഓർത്തോക്കണേ. സംയുക്ത ഫലങ്ങൾ. ഓക്കെ. ഒരു പൊതു ആവരണത്തുള്ളിൽ ക്രമീകരിക്കുന്ന പോലെ ആയിട്ട് വരുന്നതാണ് സംയുക്ത ഫലങ്ങൾ. അപ്പോൾ സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് കൈതച്ചക്ക കേട്ടോ. ചക്ക, കൈതച്ചക്ക പൂവ്, ഇതൊക്കെ എന്താണ്? സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സംയുക്ത ഫലത്തിനുള്ള എക്സാമ്പിളാണ് ഏത്? ഈ കൈതച്ചക്ക എന്നുള്ളത്. അതായത് ഒരു പൊതു ആവരണത്തിനുള്ളിലായിരിക്കും ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത കപട ഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്താണെന്നുള്ളത്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ടന്തിയോ പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്നിട്ട് ഫലം പോലെ ആവും. അത് ശരിക്കും എന്തല്ല, റിയൽ ഫലമല്ല, പൂവല്ല അത് എന്താണ്? അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? കപട ഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ആട് ഓർത്തോക്കുക. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഓർത്തോക്കേണ്ട കാര്യങ്ങൾ വരുന്നത്. അടുത്തത് നമുക്ക് ചലനത്തിനൊപ്പം എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. ചലനത്തിനൊപ്പമുള്ള ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിസിക്സിൽ വരുന്ന ഭാഗങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.